തേനിലും മധുരം വേദമല്ലാതെ. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനം പഠിക്കുവാൻ കടന്നു വരുന്ന ഏവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ നാളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ച 3 ചോദ്യങ്ങളെക്കുറിച്ചാണ്. അത് എപ്പോൾ സംഭവിക്കും, നിൻ്റെ വരവിൻ്റെ അടയാളം എന്ത്, ലോക അവസാനത്തിൻ്റെ അടയാളം എന്ത്? ഇതിൽ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് മത്തായി 24:37 ലൂക്കോസ് 17:26 മുതൽ 30 വരെയുമുള്ള വേദഭാഗങ്ങളിൽ നിന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും ലോക അവസാനത്തിൻ്റെ അടയാളം എന്ത്, അത് എപ്പോൾ സംഭവിക്കും എന്നീ ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഇതിനെക്കുറിച്ച് ധാരാളം അടയാളങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിസ്താരഭയത്താൽ ചില പ്രധാനപ്പെട്ട അടയാളങ്ങൾ വളരെ ചുരുക്കമായി ഇവിടെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസ് 21-ാം അധ്യായം, മർക്കോസ് 13, എഹെസ്കേൽ 14:20 എന്നീ വേദഭാഗങ്ങൾ ചുരുക്കമായി ഇവിടെ വായിക്കാൻ പോവുകയാണ്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ കൊല്ലുവാൻ ഏൽപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും എഴുന്നേറ്റ് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിപ്പാൻ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അടുത്തായി ലൂക്കോസ് 21-ാം അധ്യായം 20 മുതൽ. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളങ്ങളുടെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ഇതിനെക്കുറിച്ച് അല്പം വിവരിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് പലരും എൻ്റെ പേരെടുത്ത് വരും. മത്തായി 24-ാം അധ്യായം 5-ാം വാക്യം. അമേരിക്കയിൽ ജിം ജോൺസ്, മാർഷൽ ആപ്പിൾവൈറ്റ് എന്നിവർ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അവർ കടന്നു വന്നു. അനേകർ അവരുടെ പിന്നാലെ പോയവർ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പലരും വധിക്കപ്പെട്ടു. ധാരാളം പേർ പിന്മാറിപ്പോയി. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം ത്യജിച്ചു, പീഡിപ്പിക്കപ്പെട്ടു. ഇത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. 2 യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. 1ഉം 2ഉം യുദ്ധങ്ങൾ കടന്നുപോയി. ഇനി ഒരു 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ ശ്രുതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭീതിയിലാണ് ജനം. 3, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. സൗത്ത് ആഫ്രിക്കയിൽ വെളുത്തവരും കറുത്തവരും തമ്മിൽ വംശീയ കലാപം. ഇന്ത്യയും പാകിസ്ഥാനും, ഇസ്രായേലും പാലസ്തീനും, റഷ്യയും യുക്രൈനും, ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ പോരാടുന്നു. അടുത്തായി ക്ഷാമം വർദ്ധിക്കും. ലോകത്തിൽ നോക്കിയാൽ 1/3 ജനം സുഭിക്ഷതയിൽ കഴിയുന്നുണ്ട്. എന്നാൽ 1/3 ജനം ഒരുവിധം മുന്നോട്ട് പോകുന്നവരാണ്. 1/3 ജനം
കൊടും പട്ടിണിയിൽ ജീവിക്കുന്നു. ക്ഷാമം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അടുത്തായി ഭൂകമ്പം. അവിടെയായി ഭൂകമ്പം വർദ്ധിച്ചു വരുന്നു. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. ലക്ഷക്കണക്കിന് ജനം ഭവനരഹിതരാകുന്നു, മരണമടയുന്നു. ഭൂകമ്പം എപ്പോൾ ഉണ്ടാകും, എവിടെ ഉണ്ടാകും എന്ന അവസ്ഥയിൽ ജനം ഭയപ്പെടുകയാണ്. യേശുവിൻ്റെ നാമനിമിത്തം ദൈവജനത്തെ നിന്ദിക്കും, പുറന്തള്ളും, കൊല്ലും. 24 അധ്യായം 9 വാക്യം. ഈ കാലത്ത് മതപീഡകൾ വർദ്ധിക്കുന്നു. ക്രിസ്ത്യാനി എന്ന പേരിൽ ഔദ്യോഗിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ പോലും നിന്ദിക്കപ്പെടുന്നു. ക്രിസ്ത്യാനികളെയും മിഷണറിമാരെയും ചുട്ട് കൊല്ലുന്നു. കഴുത്തറുത്ത് വാൾ കൊണ്ടും ഒക്കെയും കൊല്ലുന്നു. ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കുന്നു. ഇത്തരത്തിൽ ദൈവജനം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. 24:11. ക്രിസ്തു ഉടനെ വരുമെന്ന തീയതിയും ദിവസവും സമയവും വരെ പറഞ്ഞ് ജനത്തെ വഞ്ചിച്ച് പലരും ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞു വന്നു. 1881 ക്രിസ്തു വരുമെന്ന് വിദ്വാൻകുട്ടി എന്ന ഒരു സഭാ നേതാവ് പ്രവചിച്ചു. 1914 വരുമെന്ന് യഹോവ സാക്ഷ്യ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ റസൽ എന്ന മത നേതാവ് പ്രവചിച്ചു. 1977 ക്രിസ്തു വരുമെന്ന് തിരുനെൽവേലിക്കാരൻ പാലസ്തീൻ ലോറി എന്ന ഒരു പൂജാരി പറഞ്ഞു. 1936 ക്രിസ്തു വരുമെന്ന് ഹെർബർട്ട് ആസ്ട്രോഗ് പ്രവചിച്ചു. ഇതൊക്കെയും കള്ളപ്രവചനമായിരുന്നു. ഇത് കേട്ട് വിശ്വസിച്ച് കാത്തിരുന്നവർ പലരും ക്രിസ്തുവിനെ ത്യജിച്ചു കളഞ്ഞു, പിന്മാറ്റത്തിൽ പോയി. ഇപ്പോഴും ഭാവി പറഞ്ഞ് ജനത്തെ വഞ്ചിച്ചുകൊണ്ട് പണം വാങ്ങി ജീവിച്ചു പോകുന്ന ധാരാളം കള്ളപ്രവാചകന്മാരും കള്ളപ്രവാചകിമാരും ക്രിസ്തീയ ഗോളത്തിൽ തന്നെ ഉണ്ട്. അടുത്തതായി അധർമ്മം പെരുകുന്നതിനാൽ സ്നേഹം തണുത്തു പോകും. 24:12 മോഷണവും കൊലപാതകവും ഇന്ന് വർദ്ധിച്ചു വരുന്നു. ക്രൂരമായി പലരും പീഡിപ്പിക്കപ്പെടുന്നു. സ്നേഹം മുരടിച്ചിട്ട് വ്യാജ ബാങ്കും വ്യാജ ചിട്ടികളും നടത്തി പാവപ്പെട്ട ജനത്തിൻ്റെ പണം പിടിച്ചു പറിക്കുന്നു. സ്നേഹം അഭിനയിച്ച് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി ബലാത്സംഗം, കവർച്ച, പിടിച്ചുപറി മുതലായവ നടത്തുന്നു. കൊല്ലുന്നു, വാണിഭമാക്കുന്നു. വൃദ്ധരെപ്പോലും കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ല. ഇത്തരത്തിൽ അധർമ്മം പെരുകി സ്നേഹം തണുത്തു പോകുന്ന കാലങ്ങളാണ് ഇന്ന്. കനിവറ്റ ദുഷ്ടന്മാരെ കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നു.